ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ എല്ലാവരുടെ ജീവിതവും വിജയപ്രദമാക്കാൻ ഭഗവത്ഗീത ഉത്തമ ഔഷധമാണ്. നാം ഗീത ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായാൽ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളെ നിസ്സാരമായി കണ്ട് തരണം ചെയ്യാൻ പറ്റും. നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ ഉള്ളിൽ കണ്ടെത്താൻ പറ്റും. പോരെ, നിങ്ങളെ സഹായിക്കാൻ നല്ല മൈൻഡുള്ള കുറേ ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ മാറണം. ആസ് ദ തോട്ട്സ് ഓഫ് ദ വേൾഡ് എന്നാണ്. ഏത് രീതിയിലാണോ ഞാൻ ചിന്തിക്കുന്നത് അതുപ്രകാരമായിരിക്കും ഈ മൈൻഡ് കണക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഈ വൈഫൈ പോലെയാണത്. ഇപ്പം നമ്മുടെ വൈഫൈയുടെ സ്ട്രെങ്തിനനുസരിച്ചല്ലേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളൊരു മുറിക്കകത്ത് കയറി, അവിടെ വൈഫൈ ഉണ്ട്, നിങ്ങൾ വൈഫൈ പാസ്വേഡ് ഇട്ടു. പാസ്വേഡ് ഇടാതെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പം സ്പീഡ് പോരാ. അപ്പം വളരെ വീക്കായൊരു കണക്ഷനായിരിക്കും അവരെടുത്തുണ്ടാവുക. അത് വൈഫൈയുടെ കുഴപ്പമില്ല, അവരെടുത്തിരിക്കുന്ന കണക്ഷൻ അത്ര ഡാറ്റയുടേതായിരിക്കും. അപ്പോൾ അതിന് കുറഞ്ഞൊരു പ്ലാനായിരിക്കും അവരെടുത്തുണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ അപ്ലോഡിങ് ആൻഡ് ഡൗൺലോഡിങ് സ്പീഡ് കുറയുന്നത്. അത് നത്തിങ് ടു ഡു വിത്ത് ദ വൈഫൈ. ആക്ച്വലി ആ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ അതെല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ അത് ഇവരുടെ സിസ്റ്റത്തിലേക്ക് വരുന്നതിൻ്റെ സ്പീഡ് അതിൻ്റെ പ്രൊവൈഡർ കൺട്രോൾ ചെയ്യുന്നു. ഇനി ഇയാൾ കൂടുതൽ പൈസ കൊടുത്താൽ അവരവരുടെ സ്പീഡ് കൂടുതൽ കൂട്ടിക്കൊടുക്കും. അപ്പോൾ ഇയാൾക്ക് കൂടുതൽ സ്പീഡ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പ്ലാനുകൾ മാറും. എന്നതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സും. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്നത് ലോ ലെവലിലാണെങ്കിൽ എപ്പോഴും വിഷമവും വിഷാദവും ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഈ ലെവലിലാണെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നതും അങ്ങനെ ലോ ലെവലുള്ള ലോകവുമായിട്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതൊന്നും കാണാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് നല്ലതൊന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു മൈൻഡല്ല ഡെവലപ്പ് ചെയ്തത്. അപ്പം നിങ്ങളുടെ മൈൻഡിൽ നല്ലത് കാണണമെങ്കിൽ, നല്ലത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നല്ലത് അപ്ലോഡ് ചെയ്താൽ നമുക്ക് നല്ലത് കാണാനും കേൾക്കാനും സാധിക്കും. ആസ് ദ മൈൻഡ് സോ ദ വേൾഡ്. നല്ല മനസ്സിന് നല്ലത് കാണാം, വേണ്ടാത്ത മനസ്സിന് വേണ്ടാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ദുരിതവും മാത്രം. അപ്പം മനസ്സ് മാറ്റലാണ് ഗീത കൊണ്ട് സാധിക്കേണ്ടത്. അപ്പോൾ ഈ മനസ്സ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ ഈ മനസ്സിനെ അങ്ങോട്ട് മാറ്റാൻ എളുപ്പമാണോ? അതാണ് നമുക്ക് അറിയാനുള്ളൊരു കല. കാരണം എങ്ങനെയാണ് മനസ്സിനെ മാറ്റുക നമ്മളാരും ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മളോടൊക്കെ പറയാറുണ്ട്, നിൻ്റെ മനസ്സ് ശരിയല്ല, നിൻ്റെ മനസ്സിലെ വിചാരം ശരിയല്ല, നിങ്ങളുടെ വിചാരം മോശമാണ്, നിങ്ങളുടെ സ്വഭാവം മോശമാണ്, നിങ്ങളുടെ പ്രവൃത്തി, ഇതൊക്കെ പലരും പറയും. പക്ഷേ എങ്ങനെയും മനസ്സ് മാറ്റുക, ആ ആർട്ടാണ്, കഴിവാണ് ഗീതയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ശ്ലോകം ഗീതയിലെ 2-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകം. അപ്പോൾ അവിടെ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, ഈ ശരീരത്തിന് നാശമുള്ളൂ അർജുന, ശരീരിക്ക് യാതൊരു നാശമില്ല. ഇപ്പോൾ ഈ ശരീരത്തിന് നാശം, ശരീരിക്ക് നാശമല്ലേ, ഇതും നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ പറഞ്ഞു, അതുകൊണ്ട് അനാശയായിരിക്കുന്ന, നശിപ്പിക്കാൻ പറ്റാത്ത, ഒരിക്കലും മനസ്സുകൊണ്ട് പോലും നമുക്ക് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റാത്ത ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തസ്മാത് യുദ്ധസ്സ ഭാരത. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങളോട്, ഈ യുദ്ധസ്സ ഭാരത എന്നുള്ളത് ഒരു കോൺട്രഡിക്ഷൻ പോലെ തോന്നും. കാരണം കൃഷ്ണൻ തന്നെ പറയുന്നു, ആരെയും ആർക്കും കൊല്ലാൻ സാധ്യല്ല, നശിപ്പിക്കാൻ സാധ്യല്ല, കാരണം ആത്മാവിന് അതൊരു നാശമില്ല. എന്നിട്ട് യുദ്ധം ചെയ്യാനും പറയുന്നു. വേറൊരാളെ കൊല്ലേണ്ട ഒരു പ്രവൃത്തിയാണല്ലോ യുദ്ധം. അതുകൊണ്ട് കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പറയും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഈ യുദ്ധം എന്ന് പറയുന്നത് കേവലം ബാഹ്യമായ യുദ്ധമല്ല. അർജുനൻ ക്ഷത്രിയനായതുകൊണ്ടും അർജുനൻ്റെ ഉത്തരവാദിത്വം ധർമ്മത്തെ നിലനിർത്തുക എന്നതുകൊണ്ടും അർജുനനോട് യുദ്ധം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ അതുകൊണ്ട് അർത്ഥമാക്കിയത് 2 യുദ്ധങ്ങളാണ്. നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ള 2 യുദ്ധങ്ങളാണ്. ഒന്നാമത്തെ യുദ്ധം പുറമേയല്ല, അവനവനോട് തന്നെയാണ്, അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതേതാണ് യുദ്ധം? നമ്മുടെ ഏറ്റവും വലിയൊരു യുദ്ധം എന്ന് പറയുന്നത് നമ്മളെ തളർത്തുന്ന ചില ദൗർബല്യങ്ങളോടുള്ള യുദ്ധമാണ്. നമ്മുടെ ശത്രുക്കൾ അധികമൊന്നുമില്ല, കേവലം 3 പേരേ ഉള്ളൂ ശത്രുക്കൾ. 3 ശത്രുക്കളെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു. അതിലൊന്നാമത്തെ ശത്രുവാണ് ആലസ്യം, അലസത. ഈ അലസതയാണ് നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠയില്ലാത്ത ജീവിതമാക്കുന്നത്. നിങ്ങൾ രാവിലെ 5 മണിക്ക് എണീക്കും, രാത്രി 10 മണിക്ക് കിടന്നുള്ളൂ.
കൃത്യനിഷ്ഠ, നിങ്ങളുടെ ആലസ്യ എന്ന ശത്രു ക്രമേണ തുൽക്കപ്പെടും. യുദ്ധക്കളത്തിൽ ശത്രു എന്ന് പറഞ്ഞാൽ ഒരു അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തീർന്നു. നമ്മളിന്ന് നമ്മുടെ ബോർഡറിലൊക്കെ കാണുന്ന പോലെ ഒരു ശത്രുവിനെ തോക്ക് വെച്ച് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ അവന് ഉന്നം പിഴച്ചിട്ടില്ലെങ്കിൽ അപ്പം തീർന്നു. എന്നാൽ നമ്മളിലെ ശത്രുവിനെ അത്ര ഒരു ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ലാഘവത്തോടെ നശിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു നിരന്തര അഭ്യാസം വേണം. കാരണം തോട്ട്സിനെയാണ് നമ്മൾ തോട്ട്സ് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ നന്നാവണം, എനിക്കൊരു കൃത്യനിഷ്ഠ വേണം എന്നതും തോട്ട്സാണ്. എനിക്കിങ്ങനെയൊക്കെ പോയാൽ മതി, എനിക്ക് നന്നാവൊന്നും വേണ്ട, എനിക്ക് കിടന്നുറങ്ങിയാൽ മതി, എനിക്ക് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതും തോട്ട്സാണ്. അപ്പോൾ തോട്ട്സ് കൊണ്ട് തോട്ട്സിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ദൗർബല്യ ചിന്തകൾ നിങ്ങളെ സ്വാധീനിക്കാതെ നിങ്ങൾ നല്ല ഫേം ആയിരിക്കുന്ന, അഫേം ചെയ്യുന്ന പോസിറ്റീവായിട്ട് തോട്ട്സുകൾ നിങ്ങളുടെ ഉള്ളിൽ ഡിറ്റർമിൻ ചെയ്ത് ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകും. ആ പവറാണ് നിങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ആലസ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലെപ്പോഴും ആലോചനകളാണ്, അനാവശ്യ ചിന്തകൾ, അസ്വസ്ഥത എന്ന് പറയും. ആവശ്യമില്ലാതെ എങ്ങനെ പറയും, ആവശ്യമില്ലാതെ ആങ്സൈറ്റി, ആവശ്യമില്ലാതെ എങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്കറിയ പോലുമില്ല നമ്മൾ ചിന്തി. ചില ആളുകൾ ഇങ്ങനെ ഒരു കാര്യം നടന്ന് കിട്ടുന്നത് വരെ എങ്ങനെ വിഷമിക്കും. ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞ് കിട്ടുന്നത് വരെ ടെൻഷൻ, റിസൾട്ട് വരുന്നത് വരെ ടെൻഷൻ. ഈ ടെൻഷൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെന്ത് ജീവിതം? ഒരിക്കലൊരു ഹോസ്പിറ്റൽ വരാന്തയിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടുകൂടി നടക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു സ്ത്രീയുണ്ട്, ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇടയ്ക്ക് വെച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? പറഞ്ഞു, എനിക്കൊരു മകനേ ഉള്ളൂ, ഇന്ന് ആ മകൻ്റെ ഓപ്പറേഷനാണ്, അവന് വല്ലതും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വിതുമ്പി കരഞ്ഞ് ആകെ അസ്വസ്ഥനായി. എന്നിട്ട് ഇയാൾക്ക് കുറച്ചൊരു ശ്വാസം വീണപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്കുണ്ടല്ലോ വലിയ ടെൻഷൻ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പറഞ്ഞു, എൻ്റെ മകൻ മെഡിസിനൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് അവൻ സർജനായിട്ട് ഇവിടെയാണ് അവന് ജോലി കിട്ടിയത്. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ സർജറിയാണ് അവൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സർജറി. എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എൻ്റെ മകൻ്റെ ഭാവി കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്, അതൊക്കെ തകർന്നു പോകുന്നു. നോക്കൂ നിങ്ങൾ, ഒരാൾ സർജൻ്റെ അമ്മ, ഒരാൾ പേഷ്യൻറ്റിൻ്റെ അച്ഛൻ, ഇവർ രണ്ടുപേരും ടെൻഷനിലാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ അച്ഛൻ്റെ ടെൻഷനെ കുറിച്ച് ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്തായിരിക്കുന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആലോചിച്ച് അവസാനം ആലവിടെ നിൽക്കും, നമ്മളുണ്ടാവില്ല. കാരണം നമ്മളെ മനസ്സ് വെറുതെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ശത്രു അനാവശ്യ ആലോചന. ആവശ്യമുള്ളത് ചിന്തിക്കുക. അപ്പം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും? വഴികളുണ്ട്. അതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ചെയ്യണം. ഇനി മൂന്നാമത്തെ ശത്രു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല, നമുക്ക് പിന്നീട് പഠിക്കാം അത് ഡീറ്റെയിൽ ആയിട്ട്. മൂന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അവിവേക പെരുമാറ്റങ്ങളാണ്. നമ്മൾ നിയന്ത്രിച്ചാലും നിയന്ത്രിക്കാൻ പറ്റില്ല. ദേഷ്യം വരരുതെന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും ആ സിറ്റുവേഷൻ നമ്മളെങ്ങോട്ട് ദേഷ്യപ്പെടുത്തും. അതുപോലെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ചില സമയത്ത് നമുക്ക് ചില പ്രവൃത്തികൾ കാണുമ്പോൾ കലി തലയ്ക്ക് കയറും. ചില ഭാഷ നമ്മൾ വേണ്ടാത്ത ഉപയോഗിക്കും. ചിലപ്പോൾ നമ്മൾ അറിയാതെ വല്ലതും എന്താ പറയുക, ചിലർ അടിക്കും, ചിലർ നിലത്തടിക്കും, തലയടിക്കും, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാക്കുകളാണ്. പിന്നെ ചിലരാണെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇഗ്നോർ ചെയ്യും ചിലർ. ഇതൊക്കെ ഭയങ്കര വിഷമം തോന്നും പലർക്കും. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ചില ബിഹേവിയറുകൾ, നമ്മുടെ ചില അനാവശ്യ ചിന്തകൾ, തോട്ട്സുകൾ, നമ്മുടെ ചില ലേസി നേച്ചറുകൾ, ഇതൊക്കെ നമ്മുടെ ശത്രുവാണ്. അല്ല എന്ന് നിങ്ങൾ പറയില്ലല്ലോ, ശത്രുക്കളല്ലേ, തോൽപ്പിക്കേണ്ടവരല്ലേ. ഇവരോടാണ് ആദ്യം നമുക്ക് യുദ്ധം ചെയ്യാനുള്ളത്. അതെങ്ങനെ യുദ്ധം ചെയ്യാമെന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഗീതയിൽ. ഹാവ് പേഷ്യൻസ്, നമ്മളെല്ലാവരും കാത്തിരിക്കും. ഈ യുദ്ധം ജയിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഈ യുദ്ധത്തോടു കൂടി തന്നെ വേണം സമൂഹത്തിലും ചില ഇതുപോലുള്ള ദുഷ്ടശക്തികളുണ്ട്. അതിനെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു സമൂഹം നശിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഭഗവത്ഗീത തുടക്കത്തിൽ തന്നെ ധർമ്മക്ഷേത്രേ എന്ന വാക്കുകൊണ്ട് തുടങ്ങിയത്.
അപ്പോൾ ഈ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ തോൽപ്പിക്കുന്ന പോലെ സമൂഹത്തിലും ഉണ്ട് കുറേ ശത്രുക്കൾ. അവരാണ് ഈ ശത്രുക്കൾ. സമൂഹത്തിൻ്റെ ഐക്യത്തെ, ഒത്തൊരുമയെ, ശാന്തിയെ, സമാധാനത്തെ, സ്നേഹത്തെ നശിപ്പിക്കുന്ന സ്വാർത്ഥമതികളായ, ദുഷ്ടമതികളായ കുറേ ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടി എന്ത് ക്രൂരതയും അക്രമവും അഴിച്ചുവിടാൻ അവർ തയ്യാറാണ്. ഇപ്പം തന്നെ നോക്കൂ, നിങ്ങൾ ഭാരതത്തിൻ്റെ പാകിസ്ഥാൻ ബോർഡറിലേക്ക് നോക്കൂ, നിങ്ങൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. ഒരാവശ്യമില്ല. അവരെ നാട്ടിൽ പോയിട്ട് വല്ല പച്ചക്കറിയും കൃഷി ചെയ്തിട്ട് വെണ്ടയ്ക്കും തക്കാളിയും എടുത്തിട്ട് കഴിച്ച് ജീവിച്ചു പോയാൽ മതി. പോരാ, അവന് തോക്കെടുത്തിട്ട് കാശ്മീരിൽ വന്നിട്ട് പട്ടാളക്കാരൻ്റെ നേരെ അവന് വെടിവെക്കണം. അപ്പോൾ അവൻ്റെ അതിമോഹം കണ്ടില്ലേ, അതിക്രമം കണ്ടില്ലേ. അപ്പം ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളെ നിയന്ത്രിക്കേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ശാന്തി സമാധാനത്തെ നശിപ്പിക്കും. ഈ ടെററിസം പോലുള്ള ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന പ്രവൃത്തികളെ ഇന്ന് എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം സമൂഹത്തിന് മുഴുവൻ വളർച്ചയ്ക്കും വികാസത്തിനും പുരോഗതിക്കും തടസ്സം സൃഷ്ടിച്ച് മനുഷ്യൻ്റെ ശാന്തി സമാധാനങ്ങളില്ലാതാക്കുന്ന ക്രൂരപ്രവൃത്തികളാണ്. ഇതുപോലെയാണ് അർജുനന് അന്ന് യുദ്ധക്കളത്തിൽ കാണേണ്ടി വന്നത്. ദുര്യോധനൻ്റെ സ്വാർത്ഥത കൊണ്ട്, ദുര്യോധനൻ്റെ അങ്ങേയറ്റത്തെ ദുഷിച്ച സ്വഭാവം കൊണ്ട് ഗുരുവിനെ നിന്ദിക്കുക, പിതാമഹനെ നിന്ദിക്കുക. അപ്പോൾ ഒരു കൾച്ചറലെസ് സൊസൈറ്റിയെ വാർത്തെടുക്കാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കുമെങ്കിൽ, അവരെയൊക്കെ സമൂഹത്തിൽ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഭാരതം ലോകത്തിന് മുന്നിൽ ഏറെ ബഹുമാന്യമായി തീരുന്നത്. കാരണം ഭാരതത്തിൻ്റെ സംസ്കാരത്തെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുന്നു. ഇവിടെ നുഴഞ്ഞു കയറി ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എത്രയൊക്കെ ശ്രമിച്ചാലും ഇവിടെ ക്രിസ്ത്യൻ സമൂഹം ഒരു കാലഘട്ടത്തിൽ അവരുടെ ഫാദേഴ്സ് ഒരുപാട് പാവങ്ങളെ കൺവേർട്ട് ചെയ്തു, ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട്. പിന്നെ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ച് അവരും അവരുടെ റിജിഡിറ്റി കുറേ ഇവിടെ നടപ്പിലാക്കാൻ നോക്കി. പക്ഷേ ഇവിടെയും നടക്കലാവുന്നില്ല. നിങ്ങൾ നോക്കൂ, പാവം മുസ്ലിം പെൺകുട്ടികൾക്ക് അവർക്ക് വിവാഹം അവരെ വലിച്ചെറിയുന്ന സ്വഭാവം മുത്തലാഖ് എടുത്ത് കളഞ്ഞില്ലേ? അതേപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നു കോമൺ സിവിൽ കോഡെല്ലാം. അപ്പോൾ കോമൺ സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതര മതങ്ങളെ അത് വളരെ ബാധിക്കും. കാരണം അവിടെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ കച്ചവടമാണ് ഏറെക്കുറെ. പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഭർത്താവിന് കെട്ടുന്നവന് ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കുകയാണ്. ഡൗറി എന്നുള്ള പേരിൽ അല്ല കൊടുക്കുന്നതെങ്കിലും ഇതൊരു പെൺകുട്ടിയെ വിൽക്കുന്ന പോലെയാണ്. നീ എൻ്റെ സാധനം വാങ്ങിച്ചോ. വിൽക്കുക എന്ന് പറഞ്ഞാൽ വിൽക്കുമ്പോൾ പൈസ ഇങ്ങോട്ട് മേടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ പ്രൊഡക്റ്റും ആ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആൾക്കൊരു വലിയ ലംസം എമൗണ്ടും കൊടുക്കുകയാണ്. ഇനി മേലാൽ ഒന്നിനും വരരുതെന്ന്. പിന്നെ അവർക്ക് ഷെയർ ഇല്ല അവിടെ. പക്ഷേ ഈ കോമൺ സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയറായി. അപ്പോൾ പിന്നെ ഈ കൊടുക്കുന്ന എമൗണ്ട് ഒരു കുറേ കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഡൗറി സിസ്റ്റം ഇവിടെ ഇല്ലാതെയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ ഹാർമണി നശിപ്പിക്കുന്ന ദുഷ്ടശക്തികളെ അവരെയും നിയന്ത്രിക്കണം. അപ്പോൾ അർജുനനോട് പറയണു, ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി ദിസ് വാർ ഷുഡ് ഗോ ടുഗദർ. ആദ്യം ഇൻറ്റേർണലാണ്. കാരണം ഉള്ളിൽ ദുർബലനായാൽ പുറത്ത് തോറ്റുപോകും, ഉള്ളിൽ ധീരനായാലേ പുറത്തും വിജയിക്കുള്ളൂ. അപ്പോൾ ഉള്ളിൽ ധീരത ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ആലസ്യത്തെ, അസ്വസ്ഥതയെ, അവിവേകത്തെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്, അർജുന, ശരീരിക്കൊരിക്കലും നാശമില്ല, ശരീരത്തിനേ ഉള്ളൂ. അപ്പോൾ ശരീരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ശരീരത്തിനകത്തിരിക്കുന്ന എന്നാണ്. വാസ്തവത്തിൽ സൂക്ഷ്മമായതൊന്നും അകത്തല്ല. അകത്താണെന്ന് നമുക്ക് തോന്നുന്നു, വാസ്തവത്തിൽ ഒന്നും അകത്തല്ല. ഈ അകത്തെന്ന് പറഞ്ഞാൽ എവിടെയാണ്, എന്തകമാണ്? നമുക്ക് തോന്നുന്നത് സ്കിന്നിൻ്റെ അകത്തൊരു മാംസം, ഇതൊക്കെയല്ലേ നമുക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഈ സ്കിന്നായാലും ശരി, മാംസമായാലും ശരി, അതെല്ലാം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ മോളിക്യൂൾസാണ്. ഈ വൈബ്രേറ്റ് ചെയ്യുന്നതിന് നിലനിൽപ്പ് കൊടുക്കുന്ന സൂക്ഷ്മമായ ഊർജ്ജത്തിന് അകം പുറന്ന് എവിടെയാണ് കാണാൻ പറ്റുക? നമ്മളിപ്പോൾ ഒരു മതിൽ കെട്ടിക്കഴിഞ്ഞാൽ, ഈ ചുമര് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ള സ്പേസ്, പുറത്തുള്ള സ്പേസ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ ഉള്ളിലുള്ള സ്പേസും പുറത്തുള്ള സ്പേസും ഒക്കെ സ്പേസിലാണ് ഇരിക്കുന്നത്. സ്പേസ് എന്ന് വിട്ടിട്ട് ഈ സ്ഥലത്ത് എന്താ പറയുക, ഉള്ളിലൊന്നും പുറത്തൊന്നും പറയാൻ പറ്റില്ല. ചുമര് കെട്ടിയോണ്ടാണ് നമുക്ക് ഉള്ളിലും പുറത്തും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ചുമര് പോലും ഇരിക്കുന്നത് സ്പേസിലാണ്. അതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി നമ്മൾ നല്ലവണ്ണം ചിന്തിച്ചാലേ സാധിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചത് അവൻ്റെ ഉള്ളിലുള്ള ദൗർബല്യങ്ങളെ
അതിവർത്തിക്കാനാണ്. അതിനുള്ള ശക്തിയും കരുത്തും അവരവരിൽ ഉണ്ട്. അത് അവിനാശിയാണ്, നശിപ്പിക്കാൻ പറ്റാത്തതാണ്. അത് അന്തവന്ത ഇമേ ദേഹ. ഈ ശരീരത്തിന് അന്തം സംഭവിക്കുമ്പോഴും അതിനൊരിക്കലും ശരീരയ്ക്കൊരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ദൃഢമായി മനസ്സിലാക്കണം. സൂക്ഷ്മമായതിനൊരിക്കലും നാശമില്ല, സ്ഥൂലമായതിന് മാറ്റമേ ഉള്ളൂ. അത് മാറിക്കൊണ്ടേയിരിക്കുന്നു, നിരന്തരമായ മാറ്റം. എന്നാൽ സൂക്ഷ്മമായതൊരിക്കലും നശിക്കുന്നുമില്ല, അതിനെ നശിപ്പിക്കാനും സാധ്യത. അപ്പോൾ എനിക്കും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം. കാരണം നമ്മൾ സ്ഥൂലമായ ശരീരത്തെ മാത്രമേ കാണുന്നുള്ളൂ. സൂക്ഷ്മമായത് പ്രാണൻ, അതിനെ നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ ശ്വസിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ ശ്വാസം അങ്ങനെ അനസ്യൂതം നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ആരുടെ പ്രേരണ കൊണ്ടാണ് കടന്നു പോകുന്നത്? എത്രത്തോളം കടന്നു പോകുന്നുണ്ട്? എത്രത്തോളം ഇത് പുറത്തേക്ക് പോകുന്നുണ്ട്? ഇതിനെക്കുറിച്ചൊക്കെ എത്ര പേര് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്? അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അങ്ങോട്ട് ശ്വാസം വലിച്ചിട്ട് അങ്ങനെ പോണു. എന്തോ ഞാനാണ് വലിക്കുന്നതെന്നുള്ളൊരു ഗമയിൽ. നമ്മളൊന്നും അല്ലട്ടോ ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ആ അത്ഭുതകരമായ ശക്തിയുടെ മഹത്വം അത് നമുക്ക് മനസ്സിലായാൽ ഇതൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഏതായാലും ഈ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. അവനവൻ്റെ ഉള്ളിലുള്ള ദൗർബല്യത്തെയാണ് ആദ്യം അവനവൻ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തേണ്ടത്. എന്നിട്ട് നാം മനസ്സിലാക്കണം, ഒരിക്കലും നമുക്ക് നാശമില്ലാത്തതായൊരു ശക്തി ബോധരൂപത്തിൽ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങളും പരിവർത്തനങ്ങളും മനസ്സിൽ കൊണ്ടുവരാൻ സാധിച്ചത്. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു മാറ്റമുണ്ടാക്കണമെങ്കിൽ അതിനൊരു ഫോഴ്സ് കൊടുക്കണമെങ്കിൽ ഈ ഫോഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? ഇത് പുറമേ നിന്നല്ല, ശരീരത്തിൽ നിന്നല്ല, ഇത് വരുന്നത് ബോധത്തിൽ നിന്നാണ്. ആ ബോധശക്തി കൊണ്ടാണ് നമ്മളിത് മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് ആ ബോധത്തിനൊരിക്കലും അവിനാശി, അതിന് വിനാശമില്ല. വിനാശമുള്ളതെല്ലാം ശരീരം. അപ്പോൾ ആ വിഷയം ഒന്നുകൂടി നമുക്ക് നോക്കാം. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതായത് ശരീരവും ശരീരം. ശരീരം ശരീരം. നിങ്ങൾ സംഗീതത്തിലൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും, ശാരീരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ ശരീരി എന്നാണ് പറഞ്ഞത്. ശരീരം നമ്മൾ പറയുമ്പോൾ ഈ ദേഹം എന്നാണല്ലോ നമ്മളെ സംബന്ധിച്ച അർത്ഥം. ഈ ദേഹം, ഈ ദേഹത്തിലിരിക്കുന്ന ശരീരി. അപ്പോൾ പലരെയും സംബന്ധിച്ച് ആത്മാവെന്ന് പറയുന്നത് ശരീരത്തിനുള്ളിലാണ്. അങ്ങനെയാണ് പലരും കരുതിയിരിക്കുന്നത്. ഉള്ളിലൊരു ആത്മാവ്. പ്രാധാന്യം അപ്പോഴും ശരീരത്തിനാണ്. ദയവ് വിചാരിച്ച് ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളൊന്നും പറയരുത്. ഉള്ളിലല്ല ആത്മാവ്. ഉള്ളിലെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഉള്ളിലല്ല. ആത്മാവിനെ ഉള്ളെന്നോ പുറമെന്നോ ഇല്ല. അതത്ര സൂക്ഷ്മമാണ്. സൂക്ഷ്മമായതെപ്പോഴും, അതിസൂക്ഷ്മമായതെപ്പോഴും അകവും പുറവും തിങ്ങും മഹിമാവർണ്ണ നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ജയിക്കുക മഹാദേവ. അകവും പുറവും തിങ്ങും. അകവും പുറവും തിങ്ങും എന്ന് പറഞ്ഞാൽ അകമെന്നോ പുറമെന്നോ ഇല്ല, അത്യധികം സൂക്ഷ്മം. അതുകൊണ്ട് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്രമേയ. അത് ചിന്തിക്കാൻ പറ്റില്ല, അത്ര സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മതയിലുള്ള പരമബോധത്തിലാണ് ഈ ശരീരം നിൽക്കുന്നത്. ശരീരിയിലാണ് ശരീരം. അപ്പോൾ ബോധം, ആ ബോധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകൾ, ആ ചിന്തകൾ ചേർന്ന് നിൽക്കുന്ന പ്രാണൻ. അപ്പം ചിന്തകളും പ്രാണനും കൂടി ചേർന്നുള്ള ജീവാത്മാവസ്ഥ, ആ ചിന്തകളാണ് ഈ ശരീരത്തിലൂടെ പ്രകടമാവുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ശരീരം കേവലം ചിന്തകൾക്ക് പ്രകടമാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത്ഭുതകരമാണ് ഈ സത്യം. നമുക്ക് ഈ ശരീരവുമായിട്ട് ബന്ധമുണ്ടോ? ശരിക്കും നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് എങ്ങനെയെങ്കിലും വിചാരിച്ചിരിക്കുന്നത്? സത്യത്തിൽ നമുക്ക് ഈ ശരീരവുമായിട്ടൊരു ബന്ധമുണ്ടോ? അതറിയണ്ടേ? കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഗീതയിലെ പ്രസിദ്ധമായ മറ്റൊരു ശ്ലോകമാണ് ഇനി നമ്മൾ ചൊല്ലുന്നത്. കൃഷ്ണൻ അർജുനന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു, അർജുന, യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹദം ഉപോത്തോ ന വിജാനീത നായം ഹന്തി ന ഹന്യതേ. യേനം ഹന്താരം വേത്തി. യേനം, ആരാണോ ഈ ആത്മാവിനെ ഹന്താരം വേത്തി, കൊല്ലുന്നവനായിട്ട്, ഞാനിവനെ കൊല്ലും എന്നൊരാൾ പറയും. ഇനി യേനം ഹന്യതേ ഹതം മന്യതേ, ഞാനിതാ ഹതം കൊല്ലപ്പെടുന്നു.
എന്നാൽ രണ്ടു കൂട്ടരും അറിയുന്നില്ല. തോ ഉപോന വിജാനീത, രണ്ടു കൂട്ടരും അറിയുന്നില്ല. നഹന്തേ, ഇതിന് കൊല്ലാനും സാധ്യമല്ല. ഹന്യതയെ, കൊല്ലപ്പെടാനും സാധ്യമല്ല. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ആകെ മനസ്സിലാവേണ്ട വല്ലതും. എന്താ കൃഷ്ണൻ പറയണത്? ഈ ആത്മസ്വരൂപത്തെ അല്ലെങ്കിൽ ബോധസ്വരൂപത്തെ, ബോധ ഊർജത്തെ ആർക്കും നശിപ്പിക്കുവാനോ അവരവർ നശിപ്പിക്കപ്പെടാനോ സാധ്യതയില്ല. നശിപ്പിക്കുവാനും പറ്റില്ല, സ്വയം നശിക്കുവാനും സാധ്യമില്ല. അപ്പോൾ അവിടെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൽ പല ചാലഞ്ചുകളുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിനെ തകർക്കാൻ, തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ അനുവദിച്ച് കൊടുക്കാത്തടത്തോളം കാലം. അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ തളർത്താൻ പറ്റും. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ആളുകളോട് ഇടപഴകുമ്പോൾ, ആളുകൾ പറയുന്നത് അങ്ങനെ തന്നെ മനസ്സൊപ്പിയെടുക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത്, നമുക്ക് വേദന ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, പ്രയാസം ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ പല രീതികളും നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ കുറച്ചൊരു ഉട്ടോപ്യൻ ലോകം എന്ന് പറയും, ഇമാജിനറി ലോകമാണ്, ഒരു സ്വപ്ന ജീവിയാണ്. അപ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയിട്ടല്ല ജീവിക്കുന്നത്. നമ്മളിങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്കും അത്ര അതിലേക്ക് അങ്ങോട്ട് ചേർന്നു പോകും. വിഷമങ്ങൾ വന്നാൽ വിഷമത്തിലേക്ക് ചേർന്നു പോകും. ഇങ്ങനൊരു താതാത്മ്യപ്പെട്ട് ജീവിക്കുമ്പോൾ പലരുടെയും പല പ്രവൃത്തികളും വാക്കുകളും നമ്മളെ അസ്വസ്ഥമാക്കാൻ സാധ്യതകളുണ്ട്. കാരണം നമ്മളത്ര അവർ പറയുന്നതിനോട് ഐഡൻറ്റിഫൈ ചെയ്ത് ജീവിക്കുന്നു. അപ്പം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ളത്, ചെറിയൊരു മാറ്റങ്ങൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ കുറേ ചിന്തകളെ നമുക്ക് ചെറിയൊരു പ്രവൃത്തി കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതെന്താ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത്രയും മനസ്സിലാക്കുക, നിങ്ങളുടെ ബോധമണ്ഡലത്തെ നശിപ്പിക്കാനോ ആ ബോധത്തിന് വേറൊരാളെ നശിപ്പിക്കാനോ സാധ്യമല്ല. പിന്നെ ഇവിടെ ആളുകൾ കൊല്ലുന്നതും പരസ്പരം യുദ്ധം ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? അതെല്ലാം ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഒന്നാമത്തത് ഇൻറ്റേർണലി ആളുകൾക്കെല്ലാവർക്കും അവരവരുടെ ആ മാനസിക ലോകത്തിൽ നിന്ന് ഉയരണം എന്ന് ആഗ്രഹമുണ്ട്. രണ്ടാമത്തത് അവനവൻ്റെ കടമ. ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടാവുന്ന നല്ല സ്നേഹവും അതുപോലെ തന്നെ സന്തോഷവും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്, സ്ഥായിയായിട്ടുള്ള സുഖസന്തോഷങ്ങൾ. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം. അപ്പോൾ കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്താണ് കൃഷ്ണൻ പറയുന്നതെന്ന്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.